വേ ടു വിൻ PSC ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള PSC ഒപ്റ്റോമെട്രിസ്റ്റ് ഗ്രേഡ് 2 സിലബസ് വൈസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫിസിയോളജി ഓഫ് വിഷൻ എന്ന ടോപ്പിക്കിലെ ഫിസിയോളജി ഓഫ് ഒക്കുലാർ മൂവ്മെൻറ്റ്സ് എന്ന പാർട്ടിൽ നിന്നും വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. സെലക്ട് ദി ടെർഷ്യറി പൊസിഷൻ ഓഫ് ഗെയ്സ് ഫ്രം ദ ഫോളോവിങ് ഓപ്ഷൻസ്: എ ലീവോവേർഷൻ, ബി സുപ്രാവേർഷൻ, സി ഡെക്സ്ട്രോ എലിവേഷൻ, ഡി ഇൻഫ്രാവേർഷൻ. ഇതിൻ്റെ ആൻസർ എന്താ വരിക? നമുക്ക് ടോട്ടൽ 9 പൊസിഷൻസ് ഓഫ് ഗെയ്സ് ആണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഏതൊക്കെയാണവ? ഈ പിക്ചർ കണ്ടാൽ മനസ്സിലാവും. ഒരു പ്രൈമറി പൊസിഷനും 4 സെക്കൻഡറി പൊസിഷനും 4 ടെർഷ്യറി പൊസിഷനും ആണുള്ളത്. അങ്ങനെ ടോട്ടൽ 9 പൊസിഷൻ ഓഫ് ഗെയ്സ് ആണുള്ളത്. ആ പിക്ചറിൽ ഈന്ന് കാണിച്ചിട്ടുള്ളതാണ് പ്രൈമറി പൊസിഷൻ, അതായത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ നോക്കുന്നത്. പിന്നെ സെക്കൻഡറി പൊസിഷൻസ് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. BD, FH, അതായത് നമ്മുടെ സുപ്രാവേർഷൻ, ഇൻഫ്രാവേർഷൻ, അതുപോലെ ഡെക്സ്ട്രോ വേർഷൻ, ലീവോ വേർഷൻ, ഇതൊക്കെയാണ് സെക്കൻഡറി പൊസിഷൻസ്. ഇനി ടെർഷ്യറി പൊസിഷനിൽ ഏതൊക്കെയാണ് വരിക? ലീവോ എലിവേഷൻ, ലീവോ ഡിപ്രഷൻ, ഡെക്സ്ട്രോ എലിവേഷൻ, ഡെക്സ്ട്രോ ഡിപ്രഷൻ, ഇതൊക്കെയാണ് ടെർഷ്യറി പൊസിഷൻസിൽ വരിക. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്, എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചേ? ടെർഷ്യറി പൊസിഷനാണ് ക്വസ്റ്റ്യനിലേക്ക് ചോദിച്ചത്. ഇതിൽ ഏതാണ് ടെർഷ്യറി പൊസിഷൻ? ഓപ്ഷൻ സി ഡെക്സ്ട്രോ എലിവേഷൻ ആണ് ടെർഷ്യറി പൊസിഷനായിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: എനി പെർട്ടിക്കുലർ എക്സ്ട്രാ ഒക്കുലാർ മസിൽ പ്രൊഡ്യൂസിങ് എ സ്പെസിഫിക് ഒക്കുലാർ മൂവ്മെൻറ്റ് ഈസ് നോൺ ആസ്. ഓപ്ഷൻസ്: എ അഗോണിസ്റ്റ്, ബി ആൻറ്റഗോണിസ്റ്റ്, സി സൈനർജിസ്റ്റ്, ഡി നൺ ഓഫ് ദീസ്. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ അഗോണിസ്റ്റ്. എനി പെർട്ടിക്കുലർ എക്സ്ട്രാ ഒക്കുലാർ മസിൽ പ്രൊഡ്യൂസിങ് എ സ്പെസിഫിക് ഒക്കുലാർ മൂവ്മെൻറ്റ്, അതിന് പറയുന്നത് അഗോണിസ്റ്റ് മസിൽസ് എന്നാണ്. എക്സാമ്പിളായിട്ട് നമുക്ക് റൈറ്റ് ഐയിൽ അബ്ഡക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അവിടെ ആക്ട് ചെയ്യുന്ന അഗോണിസ്റ്റ് മസിൽ ഏതാണ്? റൈറ്റ് ഐയിലാണ്. അപ്പോൾ റൈറ്റ് അബ്ഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്നത് ലാറ്ററൽ റെക്ടസ് മസിൽ. ഇനി ഓപ്ഷൻസിലുള്ള ബാക്കിയുള്ളതിനും കൂടെ എന്താണെന്ന് ചെക്ക് ചെയ്യാം. ആൻറ്റഗോണിസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ദിസ് ആർ ദ മസിൽസ് ഹാവിങ് ഓപ്പോസിറ്റ് ആക്ഷൻ ഇൻ ദ സെയിം ഐ. അതായത് സെയിം ഐയിൽ തന്നെ 2 മസിൽസിന് ഓപ്പോസിറ്റ് ആക്ഷൻസ് വരുമ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ആൻറ്റഗോണിസ്റ്റ് എന്ന് പറയാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മിഡിൽ റെക്ടസും ലാറ്ററൽ റെക്ടസും, ഒന്ന് അഡക്ഷനും ഒന്ന് അബ്ഡക്ഷനും സെയിം ഐയിലാണ് പ്രൊഡ്യൂസ് ചെയ്യുക. രണ്ടും ഓപ്പോസിറ്റ് ഫങ്ഷൻസ് അല്ലേ? അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി സൈനർജിസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? 2 മസിൽസ് മൂവിങ് ആൻ ഐ ഇൻ ദ സെയിം ഡയറക്ഷൻ ആർ കോൾഡ് സൈനർജിസ്റ്റ്. അതായത് ഒരു കണ്ണിൽ തന്നെ 2 മസിൽസും ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക? സൈനർജിസ്റ്റ് എന്ന് പറയാം. എക്സാമ്പിളായിട്ട് എലിവേഷൻ്റെ കേസ് എടുക്കുക. എലിവേഷന് സെയിം ഐയിൽ സപ്പോർട്ട് ചെയ്യുന്ന മസിൽസാണ് സുപ്പീരിയർ റെക്ടസും ഇൻഫീരിയർ ഒബ്ലീക്കും. ഇതാണ് രണ്ടും ഒരേ ഡയറക്ഷനിലാണ് എലിവേഷൻ സമയത്ത് സെയിം ഐയിൽ പോവുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: സെലക്ട് ദി സൈനർജിസ്റ്റ് ഫോർ സുപ്പീരിയർ ഒബ്ലീക്ക് മസിൽസ്. ഫസ്റ്റ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ആദ്യം സുപ്പീരിയർ ഒബ്ലീക്കിൻ്റെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആക്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കുക. അതിൻ്റെ പ്രൈമറി ആക്ഷൻ എന്താണ്? പ്രൈമറി ആക്ഷൻ ഇൻഡോഷനാണ്. സെക്കൻഡറി ആക്ഷൻ ഡിപ്രഷനാണ്. ടെർഷ്യറി ആക്ഷൻ അബ്ഡക്ഷനാണ്. ആക്ഷൻസൊക്കെ എല്ലാവരും പഠിച്ചു വെച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണു. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ സുപ്പീരിയർ ഒബ്ലിക്കിൻ്റെ ആക്ഷൻസ് നമുക്ക് പറയാം. ഇനി നമ്മളോട് എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചത്? സൈനർജിസ്റ്റ് ആണ് ചോദിച്ചത്. സൈനർജിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആലോചിക്കുക. 2 മസിൽസ് മൂവിങ് ഇൻ ആൻ ഐ ഇൻ ദ സെയിം ഡയറക്ഷൻ. സെയിം ഡയറക്ഷനിൽ ഒരു കണ്ണിൽ മൂവ് ചെയ്യുന്ന മസിൽസിനെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരിക ഡിപ്രഷൻ്റെ കേസും അബ്ഡക്ഷൻ്റെ കേസുമാണ്. ഡിപ്രഷൻ്റെ കേസിൽ സൈനർജിസ്റ്റ് ആയിട്ട് വരുന്നത് ആരാണ്? സുപ്പീരിയർ ഒബ്ലിക്കിൻ്റെ ഇൻഫീരിയർ റെക്ടസ് ആണ്. ആൻഡ് അബ്ഡക്ഷൻ്റെ കേസിൽ സൈനർജിസ്റ്റ് ആയിട്ട് വരുന്നത് ലാറ്ററൽ റെക്ടസ് മസിൽ. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ സി ഇൻഫീരിയർ റെക്ടസ് ആൻഡ് ലാറ്ററൽ റെക്ടസ്. ടെക്സ്റ്റിലുള്ള ഈ ടേബിൾ എല്ലാവരും പഠിച്ചു വെക്കണം. ഓരോ നമ്മുടെ 6 എക്സ്ട്രാ ഒക്കുലാർ മസിൽസിൻ്റെയും സൈനർജിസ്റ്റും അതുപോലെ ആൻറ്റഗോണിസ്റ്റും തന്നിട്ടുണ്ട്. ആൻറ്റഗോണിസ്റ്റ് നമ്മൾ പറഞ്ഞിരുന്നു, സൈനർജിസ്റ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആക്ഷനാണ് ആൻറ്റഗോണിസ്റ്റ്. സൈനർജിസ്റ്റ് എന്ന് വെച്ചാൽ സെയിം ഐയിൽ സെയിം ഡയറക്ഷനിലേക്കുള്ള മൂവ്മെൻ്റ് ആയിരുന്നു. എന്നാൽ നേരെ ഓപ്പോസിറ്റ് ആൻറ്റഗോണിസ്റ്റ് എന്ന് വെച്ചാൽ സെയിം ഐയിൽ തന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള മൂവ്മെൻ്റ് ആണ്, ഓപ്പോസിറ്റ് ആക്ഷനെയാണ് നമ്മൾ ആൻറ്റഗോണിസ്റ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് നമ്മൾ മിഡിൽ റെക്ടസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ മിഡിൽ റെക്ടസിൻ്റെ ആക്ഷൻ എന്താണ്? അഡക്ഷനാണ്. അപ്പോൾ അതേ കണ്ണിൽ അബ്ഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്നവയാണ് അതിൻ്റെ ആൻറ്റഗോണിസ്റ്റ് ആയിട്ട് വരിക. ആരൊക്കെയാണ്? ലാറ്ററൽ റെക്ടസും സുപ്പീരിയർ ഒബ്ലീക്കും ഇൻഫീരിയർ ഒബ്ലീക്കും വരും. ഇതേപോലെ എല്ലാ മസിൽസിൻ്റെയും നോക്കി വെക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ചിലർക്കെങ്കിലും ഒരു സംശയം തോന്നാം. ഇപ്പോൾ നമ്മൾ സുപ്പീരിയർ ഒബ്ലിക്കിൻ്റെ കേസിൽ നമ്മൾ അതിൻ്റെ സൈനർജിസ്റ്റ് ആയിട്ട് പറഞ്ഞത് ഇൻഫീരിയർ റെക്ടസിനെയും ലാറ്ററൽ റെക്ടസിനെയും ആയിരുന്നു. അവിടെ നമ്മൾ ആക്ഷൻ കൺസിഡർ ചെയ്തത് ഡിപ്രഷനും അതുപോലെ അബ്ഡക്ഷനും ആയിരുന്നു.
ചിലർക്കെങ്കിലും ക്വസ്റ്റ്യൻ വരുമ്പോൾ തെറ്റിക്കാനുള്ള ചാൻസ് ആണ്. സുപ്പീരിയർ ഒബ്ലിക്കിൻ്റെ മെയിൻ ആക്ഷൻ പ്രൈമറി ആക്ഷനായിട്ട് നമ്മൾ ഇൻഡോഷൻ അല്ലേ പറയുന്നത്. അപ്പോൾ ഇൻഡോഷന് സുപ്പീരിയർ ഒബ്ലിക്ക് കൂടാണ്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഏതാണ്? സുപ്പീരിയർ റെക്ടസ് അല്ലേ. അപ്പോൾ സുപ്പീരിയർ റെക്ടസ് സൈനർജിസ്റ്റ് ആയിട്ട് ഇൻഡോഷൻ്റെ കേസിൽ വരില്ലേന്ന് ചിലർക്കെങ്കിലും ഡൗട്ട് തോന്നാം. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്താണ്? സൈനർജിസ്റ്റ് ആൻറ്റഗോണിസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ സെയിം ഐൻ്റെ കേസാണ് പറയുന്നത്. സെയിം ഐയിൽ തന്നെ നമ്മുടെ ഒരേ ഡയറക്ഷനിൽ സെയിം ഐയിൽ മൂവ് ചെയ്യുന്നതാണ് സൈനർജിസ്റ്റ്. സെയിം ഐയിൽ തന്നെ ഓപ്പോസിറ്റ് ആക്ഷൻ ഉള്ളതാണ് ആൻറ്റഗോണിസ്റ്റ്. പക്ഷെ നമ്മൾ ഇൻഡോഷൻ എക്സ്റ്റോഷൻ കേസൊക്കെ വരുമ്പോൾ നമ്മൾ രണ്ട് കണ്ണിൻ്റെയും കൂടെ കോമ്പിനേഷൻ ആയിട്ടാണ് അതിൻ്റെ കേസുകളൊക്കെ പറയാം. സോ നിങ്ങൾ ഇവിടെ ഇപ്പോൾ ഇത്ര ആലോചിച്ചാൽ മതി. സൈനർജിസ്റ്റിൻ്റെയും ആൻറ്റഗോണിസ്റ്റിൻ്റെയും കേസുകളിൽ ഇൻഡോഷനും എക്സ്റ്റോഷനും കൺസിഡർ ചെയ്യേണ്ട. കുറച്ച് പേരെങ്കിലും തെറ്റിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണിത് എടുത്ത് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓൾ ദി ഫോളോവിങ് ആർ ആൻറ്റഗോണിസ്റ്റ് ഓഫ് ലാറ്റർ റെക്ടസ് മസിൽ എക്സെപ്റ്റ് ഓപ്ഷൻസ് എ മീഡിയൽ റെക്ടസ്, ബി സുപ്പീരിയർ ഒബ്ലിക്ക്, സി സുപ്പീരിയർ റെക്ടസ്, ഡി ഇൻഫീരിയർ റെക്ടസ്. ഇതിൻ്റെ ആൻസർ എന്താ വരിക? ആൻറ്റഗോണിസ്റ്റ് എന്ന് വെച്ചാൽ സെയിം ഐയിൽ ഓപ്പോസിറ്റ് ആക്ഷൻസ് ആണ്. ലാറ്റർ റെക്ടസ് എന്ന് പറയുന്നതിൻ്റെ ആക്ഷൻ എന്താണ്? അബ്ഡക്ഷൻ ആണ്. അപ്പോൾ അതേ കണ്ണിൽ അഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്നവരെയാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഏതൊക്കെയാണ്? ഓപ്ഷൻസിൽ എ മീഡിയൽ റെക്ടസ്, അതുപോലെ സി, ഡി സുപ്പീരിയർ റെക്ടസ്, ഇൻഫീരിയർ റെക്ടസ്, ഇവയൊക്കെ അഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്നവയാണ്. അപ്പോൾ അവയെല്ലാം ലാറ്റർ റെക്ടസിൻ്റെ ആൻറ്റഗോണിസ്റ്റ് ആണ്. അതിൽ ഉൾപ്പെടാത്തത് സുപ്പീരിയർ ഒബ്ലിക്ക്. ഓപ്ഷൻ ബി സുപ്പീരിയർ ഒബ്ലിക്ക് ആണ് വരിക. സുപ്പീരിയർ ഒബ്ലിക്കിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ലാറ്റർ റെക്ടസിൻ്റെ അതേ ആക്ഷനായിട്ടുള്ള അബ്ഡക്ഷൻ ആണ് വരിക. അപ്പോൾ അത് സൈനർജിസ്റ്റ് ആണ്, ആൻറ്റഗോണിസ്റ്റ് അല്ല. അപ്പോൾ ഓപ്ഷൻ ബി സുപ്പീരിയർ ഒബ്ലിക്ക് ആണ് ഇവിടെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ പെയർ ഓഫ് മസിൽസ് വൺ ഫ്രം ഈച്ച് ഐ വിച്ച് കോൺട്രാക്ട് simultaneously during version movements is known as options A yoke muscle, B synergist, C contralateral synergist, D both A and C. ഇതിൻ്റെ ആൻസർ എന്താണ് വരിക? എ പെയർ ഓഫ് മസിൽസ് വിച്ച് കോൺട്രാക്ട് സൈമുൾട്ടേനിയസ്ലി ഡ്യൂറിങ് വേർഷൻ മൂവ്മെൻറ്റ്സ്. യോക്ക് മസിൽസ് ആണ് ആൻസർ. യോക്ക് മസിൽസിന് തന്നെ പറയുന്ന മറ്റൊരു പേരാണ് കോൺട്രലാറ്ററൽ സൈനർജിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ വരിക ഓപ്ഷൻ ഡി ബോത്ത് എ ആൻഡ് സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ ലീവോ എലിവേഷൻ ദ യോക്ക് മസിൽ പെയേഴ്സ് ആർ. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ എങ്ങനെ ആൻസർ ചെയ്യുക? ലീവോ എലിവേഷൻ ആണ്. അപ്പോൾ നമ്മൾ എലിവേഷൻ ആക്ഷനായിട്ടുള്ള മസിൽസ് ഏതൊക്കെയാണെന്ന് നോക്കുക. സുപ്പീരിയർ റെക്ടസും ഇൻഫീരിയർ ഒബ്ലിക്കും ആണ് എലിവേഷനെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി ഏത് സൈഡിലേക്കാണ് എലിവേഷൻ നോക്കുക? ലെഫ്റ്റ് സൈഡിലേക്കാണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്കാണെങ്കിൽ ലെഫ്റ്റിൻ്റെ സുപ്പീരിയർ റെക്ടസും റൈറ്റിൻ്റെ ഇൻഫീരിയർ ഒബ്ലിക്കും ആയിരിക്കും യോക്ക് മസിൽ പെയേഴ്സ് ആയിട്ട് വരിക. അപ്പോൾ ഇവിടെ ആൻസർ വരിക എന്താണ്? ഓപ്ഷൻ എ ലെഫ്റ്റ് സുപ്പീരിയർ റെക്ടസ് ആൻഡ് റൈറ്റ് ഇൻഫീരിയർ ഒബ്ലിക്ക് ആണ് വരിക. ഇനി വേറൊരു കേസും കൂടെ പറയാം. ഇപ്പോൾ ഡെക്സ്ട്രോ ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഡിപ്രഷൻ ആക്ഷൻ ആയിട്ടുള്ളത് ഏത് മസിൽസിൻ്റെ ആണെന്ന് നോക്കുക. ഡിപ്രഷൻ ഏതൊക്കെ മസിൽസിൻ്റെ ആക്ഷൻ? ഇൻഫീരിയർ റെക്ടസിൻ്റെയും അതുപോലെ സുപ്പീരിയർ ഒബ്ലിക്കിൻ്റെയാണ് ആക്ഷനായിട്ട് വരിക. നെക്സ്റ്റ് ഏത് സൈഡിലേക്കാണ് ഡിപ്രഷൻ? ഡെക്സ്ട്രോ ആണ്, റൈറ്റ് സൈഡിലേക്കാണ്. അപ്പോൾ റൈറ്റ് ഐൻ്റെ ഇൻഫീരിയർ റെക്ടസും ലെഫ്റ്റ് ഐൻ്റെ സുപ്പീരിയർ ഒബ്ലിക്കും ആണ് വരിക. മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ ഡെക്സ്ട്രോ എലിവേഷന് ഹെൽപ്പ് ചെയ്യുന്ന യോക്ക് മസിൽ പെയേഴ്സ് ആരൊക്കെയാണ്? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോൺട്രാലാറ്ററൽ ആൻറ്റഗോണിസ്റ്റ് ഓഫ് റൈറ്റ് മീഡിയൽ റെക്ടസ് മസിൽ ഈസ്. കോൺട്രാലാറ്ററൽ ആൻറ്റഗോണിസ്റ്റ് എന്ന് പറയുന്നത് യോക്ക് മസിൽസിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആക്ഷനാണ് വരിക. അതായത് എ പെയർ ഓഫ് മസിൽസ് വൺ ഫ്രം ഈച്ച് ഐ ഹാവിങ് ഓപ്പോസിറ്റ് ആക്ഷൻ. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ആദ്യം റൈറ്റ് മീഡിയൽ റെക്ടസിൻ്റെ യോക്ക് മസിൽ പെയർ ഏതാണെന്ന് നോക്കുക. റൈറ്റ് മീഡിയൽ റെക്ടസും ലെഫ്റ്റ് ലാറ്റർ റെക്ടസും ആണ് വരിക. ലീവോ വേർഷനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ലീവോ വേർഷൻ എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്കുള്ള വേർഷൻ മൂവ്മെൻ്റ് ആണ്. സോ ലെഫ്റ്റ് ഐൻ്റെ ലാറ്റർ റെക്ടസും റൈറ്റ് ഐൻ്റെ മീഡിയൽ റെക്ടസും ആണ് ആ ആക്ഷന് ഹെൽപ്പ് ചെയ്യുന്നത്. അങ്ങനെ ആവുമ്പോൾ യോക്ക് മസിൽ പെയർ റൈറ്റ് മീഡിയൽ റെക്ടസിൻ്റെ ലെഫ്റ്റ് ലാറ്റർ റെക്ടസ് ആണെങ്കിൽ യോക്ക് മസിലിൻ്റെ ആൻറ്റഗോണിസ്റ്റ് എന്താണ് വരിക? റൈറ്റ് മീഡിയൽ റെക്ടസിൻ്റെ ആൻറ്റഗോണിസ്റ്റ് ലെഫ്റ്റ് മീഡിയൽ റെക്ടസ് തന്നെയാണ് വരിക. രണ്ടിനും രണ്ട് ആക്ഷനാണ്. റൈറ്റ് മീഡിയൽ റെക്ടസ് ഹെൽപ്പ് ചെയ്യുന്നത് ലീവോ വേർഷൻ ആണെങ്കിൽ ലെഫ്റ്റ് മീഡിയൽ റെക്ടസ് ഹെൽപ്പ് ചെയ്യുന്നത് ഡെക്സ്ട്രോ വേർഷൻ ആണ്. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ എ ലെഫ്റ്റ് മീഡിയൽ റെക്ടസ്. ഇത് ടെക്സ്റ്റിലുള്ള ചാർട്ടാണ്. ഓരോ വേർഷൻ മൂവ്മെൻറ്റ്സും അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള യോക്ക് മസിൽ പെയേഴ്സും ആണ് കൊടുത്തിരിക്കുന്നത്. എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓൾ ദി ഫോളോവിങ് ആർ ഫണ്ടമെൻ്റൽ ലോസ് ഗവേണിംഗ് ഒക്കുലാർ മോട്ടിലിറ്റി എക്സെപ്റ്റ് ഓപ്ഷൻസ് എ ഡോണ്ടൽസ് ലോ, ബി ലിസ്റ്റിംഗ്സ് ലോ, സി ഹെറിങ്സ് ലോ ഓഫ് ഈക്വൽ ഇന്നോവേഷൻ, ഡി സ്നെൽസ് ലോ. ഇതിൻ്റെ ആൻസർ എന്താണ്?
ഓപ്ഷൻ ഡി സ്നെൽസ് ലോ ആണ്. സ്നെൽസ് ലോ ഒക്കുലാർ മോട്ടിലിറ്റി ആയിട്ട് യാതൊരു ബന്ധവുമില്ല. ബാക്കി മൂന്നും ഫണ്ടമെൻ്റൽ ലോസ് ഓഫ് ഒക്കുലാർ മോട്ടിലിറ്റിയിൽ ഉൾപ്പെടുന്നവയാണ്. ഇനി ഏതൊക്കെയാണ് ഒക്കുലാർ മോട്ടിലിറ്റിയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ലോസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഡോണ്ടേഴ്സ് ലോ, ലിസ്റ്റിങ്സ് ലോ, ഹെറിങ്സ് ലോ, ഷെറിങ്ടൺസ് ലോ ഇവയെല്ലാം ഒക്കുലാർ മോട്ടിലിറ്റി ലോസ് ആണ്. ഈ ഒക്കുലാർ മോട്ടിലിറ്റി ലോസ് ഒക്കെ നമ്മുടെ ഐയുടെ പ്രൈമറി, സെക്കൻഡറി, ടെർഷറി ഈ പൊസിഷൻ ഓഫ് ഗെയ്സിനെ ബേസ് ചെയ്തിട്ട് പറയുന്നവയാണ്. അപ്പോൾ നിങ്ങൾക്കത് കറക്റ്റായിട്ട് അറിയണം ഓരോ പൊസിഷനും. ഫസ്റ്റ് പ്രൈമറി പൊസിഷൻ അസ്യൂംഡ് ബൈ ദ ഐ വെൻ വൺ ഈസ് ലുക്കിംഗ് സ്ട്രെയിറ്റ് അഹെഡ് വിത്ത് ബോഡി ആൻഡ് ഹെഡ് ഇറക്റ്റ്. സെക്കൻഡറി adducted, abducted, elevated or depressed position of the globe termed as secondary. Tertiary, the oblique positions of eye are termed as tertiary positions. ഇനി ഡോണ്ടേഴ്സ് ലോയിൽ വരുന്ന മെയിൻ പോയിന്റ്സ് പറയാം. ഫസ്റ്റ്, ഡ്യൂറിംഗ് ഫിക്സേഷൻ, സാക്കാഡ്സ് ആൻഡ് സ്മൂത്ത് പർസ്യൂട്ട് ദ ഐ റൊട്ടേറ്റ്സ് ഫ്രീലി ഇൻ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഡയമെൻഷൻസ് ബട്ട് ടോർഷൻ ഈസ് കൺസ്ട്രൈൻഡ്. ദിസ് റെസ്ട്രിക്ഷൻ on ocular torsion is described by Donder's law and Listing's law. ഇനി Donder's law described this theory by stating that each position of line of sight belongs to the definite orientation of vertical and horizontal retinal meridian relative to the coordinate of the space. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു ടെർഷറി പൊസിഷൻ എടുക്കുകയാണെന്ന് വിചാരിച്ചോ. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഒരു ഡെക്സ്ട്രോ എലിവേഷൻ, അതൊരു ടെർഷറി പൊസിഷൻ ആണല്ലോ, ഒബ്ലിക് ആയിട്ടുള്ള മൂവ്മെൻ്റ് ആണ് ഇവിടെ. അതായത് ഇവിടെ പിക്ചറിൽ കാണിച്ച പോലെ ആ ഒരു ഒബ്ലിക് മൂവ്മെൻറ്റ്, അതാണ് ഡെക്സ്ട്രോ എലിവേഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് എന്തുണ്ട്, ഒരു ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കമ്പോണൻ്റ് ഉണ്ട്. ഇത് ടെക്സ്റ്റിൽ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്. Donder's law states that for each tertiary position there is one and only one orientation of the vertical and horizontal meridian of retina. This orientation depends only upon the amount of elevation and horizontal movement and is independent of the path by which this position was arrived. So, ഓരോ ടെർഷറി പൊസിഷനിലേക്കുള്ള ഐ മൂവ്മെൻറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഓറിയൻറ്റേഷനെ മാത്രമാണ്. ഇതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇനി ലിസ്റ്റിങ്സ് ലോ എന്താ പറയുക നോക്കാം. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് എവറി ഐ മൂവ്മെൻറ്റ് ഫ്രം ദി പ്രൈമറി ഇൻ ടു ടെർഷറി പൊസിഷൻ ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് ആസ് എ റൊട്ടേഷൻ അറൗണ്ട് വൺ ആക്സിസ്. ഫോർ എ ഗിവൻ മൂവ്മെൻറ്റ് ദിസ് ആക്സിസ് വുഡ് ബി പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ദാറ്റ് കണ്ടെയ്ൻസ് ദ ലൈൻ ഓഫ് സൈറ്റ് ഇൻ ദി പ്രൈമറി പൊസിഷൻ ആൻഡ് ദി ലൈൻ ഓഫ് സൈറ്റ് ഇൻ ദി ടെർഷറി പൊസിഷൻ ഇൻ ടു വിച്ച് ദി ഐ ഹാസ് മൂവ്ഡ്. ഒന്നുമില്ല, സിമ്പിളാണ്. അതായത് നമ്മൾ പ്രൈമറി പൊസിഷനിൽ നിന്ന് ടെർഷറി പൊസിഷനിലേക്കുള്ള ഓരോ മൂവ്മെൻറ്റും നമ്മൾ ഒരു ആക്സിസിന് ചുറ്റുമുള്ള റൊട്ടേഷനായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ആ ആക്സിസ് എന്ന് പറയുന്നത് നമ്മുടെ പ്രൈമറി പൊസിഷൻ്റെയും ടെർഷറി പൊസിഷൻ്റെയും ലൈൻ ഓഫ് സൈറ്റ് കിടക്കുന്ന ആ ഒരു പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇത്രയേ ഉള്ളൂ ഉദ്ദേശിക്കുന്നത്. ഇതും കൂടെ മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആൻ ഈക്വൽ ആൻഡ് സൈമുൾട്ടേനിയസ് innervation flows from the brain to a pair of muscles of both eyes. The fundamental law behind this is options A. Listing's law of equal innervation, B. Hering's law of equal innervation, C. Sherrington's law of reciprocal innervation, D. None of these. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ഹെറിങ്സ് ലോ ഓഫ് ഈക്വൽ ഇന്നോവേഷൻ ആണ്. ഹെറിങ്സ് ലോ എന്താ എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് an equal and simultaneous innervation flows from the brain to a pair of muscles of both eyes, that is yoke muscles, which contract simultaneously in different binocular movements. എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവും. ലെഫ്റ്റ് ലാറ്ററൽ റെക്ടസ് ആൻഡ് റൈറ്റ് മീഡിയൽ റെക്ടസ് മസിൽസ് ഡ്യൂറിങ് ലീവോവേർഷൻ. അതായത് ലീവോവേർഷന് ഹെൽപ്പ് ചെയ്യുന്നത് ലെഫ്റ്റ് ഐയുടെ ലാറ്ററൽ റെക്ടസും റൈറ്റ് ഐയുടെ മീഡിയൽ റെക്ടസും ആണ്. അപ്പോൾ ഈ ലീവോവേർഷന് വേണ്ടിയിട്ട് ഈക്വൽ ആൻഡ് സൈമുൾട്ടേനിയസ് ഇന്നോവേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ബ്രെയിനിൽ നിന്നും ഈ രണ്ട് മസിൽസിലേക്കും ഫ്ലോ ചെയ്യുന്നുണ്ട്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ കൺവേർജൻസിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് ഏതാണ്, നമ്മുടെ രണ്ട് കണ്ണിൻ്റെയും മീഡിയൽ റെക്ടസ് ആണ്. സോ കൺവേർജൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി രണ്ട് മീഡിയൽ റെക്ടസിലേക്കും ഈക്വൽ ആയിട്ടുള്ള സൈമുൾട്ടേനിയസ് ഇന്നോവേഷൻ വരുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ റിഗാർഡിംഗ് ഷെറിങ്ടൺസ് ലോ ഓഫ് റെസിപ്രോക്കൽ ഇന്നോവേഷൻ? സോ ഇതിന് ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ഷെറിങ്ടൺസ് ലോ ഓഫ് റെസിപ്രോക്കൽ ഇന്നോവേഷൻ എന്താണെന്ന് അറിയണം. ഷെറിങ്ടൺസ് ലോ ഓഫ് റെസിപ്രോക്കൽ ഇന്നോവേഷൻ. ദിസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ഡ്യൂറിംഗ് ocular motility an increased flow of innervation to the contracting agonist muscle is accompanied by decreased flow of innervation to the relaxing antagonist muscle.
എക്സാമ്പിൾ പറയുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. അബ്ഡക്ഷൻ്റെ കേസിൽ an increased innervational flow to the lateral rectus is accompanied by a decreased flow to the medial rectus of the same eye. അതായത് അബ്ഡക്ഷൻ്റെ കേസിൽ ലാറ്ററൽ റെക്ടസ് ആണ് അബ്ഡക്ഷനെ ഹെൽപ്പ് ചെയ്യുന്നത്, മീഡിയൽ റെക്ടസ് ആൻറ്റഗോണിസ്റ്റ് ആണ്. ലാറ്ററൽ റെക്ടസ് അഗോണിസ്റ്റ് ആകുമ്പോൾ മീഡിയൽ റെക്ടസ് ആൻറ്റഗോണിസ്റ്റ് ആണ്. സോ അഗോണിസ്റ്റ് മസിലായിട്ടുള്ള ലാറ്ററൽ റെക്ടസിന് ഒരു ഇൻക്രീസ്ഡ് ഇന്നർവേഷണൽ ഫ്ലോയും പോകും. അതിൻ്റെ കൂടെ തന്നെ മീഡിയൽ റെക്ടസ് മസിലിന് സെയിം ഐയിലെ മീഡിയൽ റെക്ടസ് ആൻറ്റഗോണിസ്റ്റ് ആയിട്ടുള്ള മീഡിയൽ റെക്ടസിന് ഡിക്രീസ്ഡ് ഫ്ലോ ഓഫ് ഇന്നർവേഷനും പോകും. ഇതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ പിക്ചറിൽ കാണിച്ച പോലെ അബ്ഡക്ഷൻ്റെ കേസിൽ ലാറ്ററൽ റെക്ടസിന് എന്ത് കിട്ടി? കൂടുതൽ ഇന്നർവേഷൻ കിട്ടി. അതാണ് ആ പ്ലസ് ഇട്ടിരിക്കുന്നത്. എന്നാൽ മീഡിയൽ റെക്ടസിന് എന്താ? ഫ്ലോ കുറവാണ്, ഇന്നർവേഷണൽ ഫ്ലോ നെഗറ്റീവാണ്, ഡിക്രീസ്ഡ് ആണ്. സോ എന്താവും? കൂടുതൽ ബ്രെയിനിൽ നിന്നും കൂടുതൽ ഇന്നർവേഷൻ വരുന്ന ആ ഒരു മസിൽസിൻ്റെ ഡയറക്ഷനിലേക്ക് എന്ത് ചെയ്യും? ആക്ഷൻ നടക്കും. സോ അബ്ഡക്ഷൻ അവിടെ നടക്കും. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ എന്താ പറഞ്ഞേ? ഡ്യൂറിങ് അബ്ഡക്ഷൻ an increased flow of innervation to the lateral rectus is accompanied by a decreased flow to the medial rectus of the same eye. കറക്റ്റ് ആണല്ലേ? ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. സെക്കൻഡ് എന്താണ്? ഡ്യൂറിങ് അബ്ഡക്ഷൻ an increased flow of innervation to the medial rectus. മിഡിൽ റെക്ടസിന് ഡിക്രീസ്ഡ് ആണ്, തെറ്റാണ്. ഇനി ഓപ്ഷൻ സി എന്താണ്? ഡ്യൂറിങ് അബ്ഡക്ഷൻ ഇൻക്രീസ്ഡ് ഫ്ലോ ഓഫ് ഇന്നർവേഷൻ ടു ബോത്ത് ലാറ്ററൽ ആൻഡ് മീഡിയൽ റെക്ടസ് ഓഫ് ദ സെയിം ഐ എന്നാണ്. അതും തെറ്റാണ്. അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ടുള്ളത് ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മോണോക്കുലാർ ഐ മൂവ്മെൻറ്റ്സ് ആർ കോൾഡ്. ഓപ്ഷൻസ്: എ ഡക്ഷൻസ്, ബി വേർഷൻസ്, സി വേർജൻസ്, ഡി ഓൾ ഓഫ് ദീസ്. മോണോക്കുലാർ ഐ മൂവ്മെൻറ്റ്സിനെയാണ് നമ്മൾ ഡക്ഷൻസ് എന്ന് പറയുന്നത്. ഓപ്ഷൻ എ ഡക്ഷൻസ്. അഡക്ഷൻ, അബ്ഡക്ഷൻ, സുപ്രാഡക്ഷൻ, ഇൻഫ്രാഡക്ഷൻ, ഇൻസൈക്ലോഡക്ഷൻ, എക്സൈക്ലോഡക്ഷൻ ഇതൊക്കെ മോണോക്കുലാർ ഐ മൂവ്മെൻറ്റ്സിൽ പറയുന്നവയാണ്. നെക്സ്റ്റ്, സുപ്രാഡക്ഷൻ ഈസ് ഓപ്ഷൻസ്: an upward movement along the horizontal axis, B an upward movement along the vertical axis, C an inward movement along the horizontal axis. സുപ്രാഡക്ഷൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും, അപ്വേർഡ് മൂവ്മെൻ്റ് ആണെന്ന് എല്ലാവർക്കും അറിയും. അപ്പോൾ ആക്സിസിലാണ് ചെറിയൊരു കൺഫ്യൂഷൻ വരിക. ആ കൺഫ്യൂഷൻ വേണ്ട. ഇനി സുപ്രാഡക്ഷൻ അല്ലെങ്കിൽ എലിവേഷൻ എന്ന് പറയുന്നത് an upward movement along the horizontal axis ആണ്. സുപ്രാഡക്ഷനും ഇൻഫ്രാഡക്ഷനും, അതായത് നമ്മൾ എലിവേഷനും ഡിപ്രഷനും പറയുമ്പോൾ ഹൊറിസോണ്ടൽ ആക്സിസിന് എലോങ് ആയിട്ടാണ് പറയുക. എന്നാൽ അഡക്ഷനും അബ്ഡക്ഷനും പറയുമ്പോൾ വെർട്ടിക്കൽ ആക്സിസിന് എലോങ് ആയിട്ടാണ് പറയുക. ഈ കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കോഞ്ചുഗേറ്റ് സൈമൾട്ടേനിയസ് സിമെട്രിക് മൂവ്മെൻറ്റ്സ് ഓഫ് ബോത്ത് ഐസ് ഇൻ ദി സെയിം ഡയറക്ഷൻ ആർ കോൾഡ്. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി വേർഷൻസ്. കോഞ്ചുഗേറ്റ് ആയിട്ടുള്ള സൈമൾട്ടേനിയസ് ആയിട്ടുള്ള സിമെട്രിക് മൂവ്മെൻറ്റ്സ് ഓഫ് ബോത്ത് ഐസ് ഇൻ ദി സെയിം ഡയറക്ഷൻ ആണ് വേർഷൻസ് എന്ന് പറയുന്നത്. വേർഷനിൽ വരുന്നവയാണ് ഡെക്സ്ട്രോ വേർഷൻ, ലീവോ വേർഷൻ, സുപ്രാ വേർഷൻ, ഇൻഫ്രാ വേർഷൻ, ഡെക്സ്ട്രോ എലിവേഷൻ, ഡെക്സ്ട്രോ ഡിപ്രഷൻ, ലീവോ എലിവേഷൻ, ലീവോ ഡിപ്രഷൻ, ഡെക്സ്ട്രോ സൈക്ലോ വേർഷൻ, ലീവോ സൈക്ലോ വേർഷൻ. ഇവയെല്ലാം വേർഷൻസ് ആണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വേർഷണൽ മൂവ്മെൻറ്റ്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റാപ്പിഡ് കോഞ്ചുഗേറ്റ് ഐ മൂവ്മെൻറ്റ്സ് പെർഫോംഡ് ടു ബ്രിങ് ദ ഇമേജ് ഓഫ് ആൻ ഒബ്ജെക്റ്റ് ക്വിക്ലി ഓൺ ദ ഫോവിയ ആർ കോൾഡ്. ഓപ്ഷൻസ്: എ സ്മൂത്ത് പർസ്യൂട്ട്, ബി സാക്കഡിക് മൂവ്മെൻറ്റ്സ്, സി കൺവേർജൻസ്, ഡി ടോണിക് മൂവ്മെൻറ്റ്സ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി സാക്കഡിക് മൂവ്മെൻറ്റ്സ് ആണ്. സാക്കഡിക് മൂവ്മെൻറ്റ്സ് ആർ റാപ്പിഡ് കോഞ്ചുഗേറ്റ് ഐ മൂവ്മെൻറ്റ്സ് പെർഫോംഡ് ടു ബ്രിങ് ദ ഇമേജ് ഓഫ് ആൻ ഒബ്ജെക്റ്റ് ക്വിക്ലി ഓൺ ദ ഫോവിയ. ഇത് വോളണ്ടറി ആവാം, ഇൻവോളണ്ടറി ആവാം. ഈ സാക്കഡിക് മൂവ്മെൻറ്റ്സിൻ്റെ വെലോസിറ്റിയുടെ റേഞ്ച് പറയുന്നത് 100 to 700 ഡിഗ്രി പെർ സെക്കൻഡ് ആണ്. ഈ കാര്യം കൂടെ നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓൾ ദ ഫോളോവിങ് ആർ examples of saccadic eye movements except options: A rapid eye movements of sleep, B command random movements, C rapid pursuits, D tracking a moving object. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ട്രാക്കിംഗ് എ മൂവിങ് ഒബ്ജക്റ്റ്. ഇത് സാക്കഡിക് ഐ മൂവ്മെൻറ്റ്സിൽ വരുന്നതല്ല. ബാക്കിയുള്ള റാപ്പിഡ് ഐ മൂവ്മെൻറ്റ്സ് ഓഫ് സ്ലീപ്പ്, കമാൻഡ് റാൻഡം മൂവ്മെൻറ്റ്സ്, റാപ്പിഡ് പർസ്യൂട്ട്സ് ഇതൊക്കെ സാക്കഡിക് ഐ മൂവ്മെൻറ്റ്സിൻ്റെ എക്സാമ്പിളാണ്. സാക്കഡിക് മൂവ്മെൻറ്റ്സ് എന്ന് വെച്ചാൽ റാപ്പിഡ് ആയിട്ടുള്ള കോഞ്ചുഗേറ്റ് ഐ മൂവ്മെൻറ്റ്സ് ആണ്. അതുവഴി ഫോവിയയിലേക്ക് നമ്മൾ ഇമാജസിനെ ക്വിക്ക്ലി എന്ത് ചെയ്യാണ്? ബ്രിങ് ചെയ്യാണ്. ഇവിടെ അല്ലാണ്ടുള്ള കുറച്ച് എക്സാമ്പിൾ കൂടെ പറയാം. സെൻസറി ഇവോക്ഡ് സാക്കാഡ്സ് ഉണ്ട്, വിഷ്വൽ ആൻഡ് ഓഡിറ്ററി. അതുപോലെ നിസ്റ്റാഗ്മസ് ഫാസ്റ്റ് ഫേസ്. പാത്തോളജിക്കലും വരും, ഇൻഡ്യൂസ്ഡും വരും. അതിൽ ഇൻഡ്യൂസ്ഡിന് എക്സാമ്പിളാണ് ഒപ്റ്റോകൈനറ്റിക് നിസ്റ്റാഗ്മസ്, വെസ്റ്റിബുലാർ നിസ്റ്റാഗ്മസ് ഒക്കെ. ഇതൊക്കെ ഇതിൽ വരുന്നതാണ്. സാക്കഡിക് ഐ മൂവ്മെൻറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഇത്ര എക്സാമ്പിൾസ് ഒക്കെ പറയുന്നത്. എക്സാമ്പിൾസ് ഒന്നുകൂടെ പറയാം. കമാൻഡ് റാൻഡം മൂവ്മെൻറ്റ്സ്, സെൻസറി ഇവോക്ഡ് സാക്കാഡ്സ്, നിസ്റ്റാഗ്മസ് ഫാസ്റ്റ് ഫേസിൽ,
പാത്തോളജിക്കൽ ആൻഡ് ഇൻഡ്യൂസ്ഡിൽ ഒപ്റ്റോകാനൈറ്റിക് നിസ്റ്റാഗ്മസ്, വെസ്റ്റിബുലാർ നിസ്റ്റാഗ്മസ് ഒക്കെ. പിന്നെ റാപ്പിഡ് ഐ മൂവ്മെൻറ്റ്സ് ഓഫ് സ്ലീപ്പ്, മൈക്രോസാക്കാഡ്സ്, റാപ്പിഡ് പർസ്യൂട്ട്സ്, ഇതെല്ലാം ഇതിന് എക്സാമ്പിളാണ്. ഇനി നമ്മളിവിടെ ട്രാക്കിംഗ് എ മൂവിങ് ഒബ്ജക്റ്റ് ഇതിന് എക്സാമ്പിൾ അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഏതിനാണ് എക്സാമ്പിൾ? അത് സ്മൂത്ത് പർസ്യൂട്ട്സ് ഓർ ഫോളോവിങ് മൂവ്മെൻറ്റ്സിന് എക്സാമ്പിളാണ്. സ്മൂത്ത് പർസ്യൂട്ട് എന്നുള്ളതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ദീസ് ആർ മെയ്ഡ് വെൻ ട്രാക്കിംഗ് എ മൂവിങ് ഒബ്ജക്റ്റ്. Thus, the function of the saccadic eye movements is to correct the position error between the target and fovea. And the function of the pursuit system is to match eye velocity to target velocity. For example, the pursuits are performed while watching a bird which is moving right and left, up and down. Thus, the pursuit helps to keep the image of a moving object on the fovea constantly. അപ്പോൾ സാക്കാഡിക് മൂവ്മെൻറ്റ്സും സ്മൂത്ത് പർസ്യൂട്ടും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്, സാക്കാഡിക് എന്ന് വെച്ചാൽ നല്ല റാപ്പിഡ് ഐ മൂവ്മെൻറ്റ്സ് ആയിരുന്നു. എന്നാൽ സ്മൂത്ത് പർസ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഫോളോവിങ് മൂവ്മെൻറ്റ്സ് ആണ്, ട്രാക്ക് ചെയ്യുന്ന ടൈപ്പ് മൂവ്മെൻറ്റ്സിനെയാണ് പറയുന്നത്. ഇവിടുത്തെ ഐ വെലോസിറ്റി എത്രയായിരിക്കും വരിക? എന്തായാലും സാക്കാഡിക് മൂവ്മെൻറ്റ്സിനേക്കാൾ കുറവായിരിക്കും, കാരണം അത് റാപ്പിഡ് ആയിരുന്നു. ഇത് കുറച്ചുകൂടെ സ്മൂത്ത് ആണ്. അപ്പോൾ ഇവിടെയുള്ള വെലോസിറ്റി വരുന്നത് 30 ഡിഗ്രി ടു 40 ഡിഗ്രി പെർ സെക്കൻഡ് ആണ്. ഇതും കൂടെ ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, Vergences are options A. Disjugate, synchronous and symmetric movements of the two eyes in the opposite direction. ഓപ്ഷൻ എ തന്നെയാണ് കറക്റ്റ്. വെർജൻസ് എന്ന് പറയുന്നത് ഡിസ്ജുഗേറ്റ് ആയിട്ടുള്ള, സിങ്ക്രോണസ് ആയിട്ടുള്ള സിമെട്രിക് മൂവ്മെൻറ്റ്സ് ഓഫ് ദ ടു ഐസ് ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. ഓപ്ഷൻ ബി എന്താ പറഞ്ഞത്? ഡിസ്ജുഗേറ്റ്, സിങ്ക്രോണസ് ആൻഡ് സിമെട്രിക് മൂവ്മെൻറ്റ്സ് ഓഫ് ദ ടു ഐസ് ഇൻ ദി സെയിം ഡയറക്ഷൻ എന്നാണ് പറഞ്ഞത്. അത് തെറ്റാണ്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. സി എന്താ പറഞ്ഞത്? കോൺജുഗേറ്റ് എന്ന് വെച്ചാൽ തുടങ്ങുന്നത്, അതും തെറ്റാണ്. ഡിസ്ജുഗേറ്റ് മൂവ്മെൻറ്റ്സ് ആണ് വെർജൻസ്. വെർജൻസിന് എക്സാമ്പിളാണ് കൺവേർജൻസ്, അതുപോലെ ഡൈവേർജൻസ്, പിന്നെ വെർട്ടിക്കൽ വെർജൻസ്, സൈക്ലോ വെർജൻസ് ഒക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ DME 2023 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സമയത്ത് പറഞ്ഞതാണ്, എന്നാലും ഇവിടെ ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിച്ചതായതുകൊണ്ട് ഒന്നും കൂടെ പറയാം. When the eye is turned nasally, which muscle elevates it? Options A. superior rectus, B. inferior oblique, C. superior oblique, D. inferior rectus. ഇതിൻ്റെ ആൻസർ എന്താ വരിക? നമുക്കറിയാം എലിവേഷന് ഹെൽപ്പ് ചെയ്യുന്നത് സുപ്പീരിയർ റെക്ടസും അതുപോലെ ഇൻഫീരിയർ ഒബ്ലിക്കും ആണ്. അപ്പോൾ ഇതിലേതാണെന്നാണ് കൺഫ്യൂഷൻ ഉണ്ടാവുക. ശ്രദ്ധിക്കുക, സുപ്പീരിയർ റെക്ടസ് എപ്പോഴും അബ്ഡക്റ്റഡ് പൊസിഷനിലായിരിക്കും എലിവേഷന് ഹെൽപ്പ് ചെയ്യുക. അഡക്റ്റഡ് പൊസിഷനിൽ, അതായത് നേസലി മസിലിനെ എലിവേറ്റ് ചെയ്യാൻ സഹായിക്കുക ഇൻഫീരിയർ ഒബ്ലിക്ക് ആണ്. ഇനി ഇവിടെ ക്വസ്റ്റ്യന് വെൻ ദ ഐസ് ടേൺഡ് നേസലി വിച്ച് മസിൽ ഡിപ്രസ്ഡ് ഇറ്റ് എന്ന് ചോദിച്ചാലും ആൻസർ എന്താ വരിക? അതായത് ഡിപ്രഷന് ഹെൽപ്പ് ചെയ്യുന്നത് സുപ്പീരിയർ ഒബ്ലിക്കും അതുപോലെ ഇൻഫീരിയർ റെക്ടസും ആണ്. നമ്മൾ നേസൽ പൊസിഷനിൽ നേസലി ഏത് മസിലാണ് ഡിപ്രസ് ചെയ്യാന്ന് ചോദിച്ചാൽ സുപ്പീരിയർ ഒബ്ലിക്കാണ് ആൻസർ വരിക. അബ്ഡക്റ്റഡ് പൊസിഷനിൽ അതല്ലെങ്കിൽ ലേറ്ററലി ഏത് മസിലാണ് ഡിപ്രസ് ചെയ്യാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിലാണ് ആൻസർ എന്ത് വരിക? ഇൻഫീരിയർ റെക്ടസ് വരിക. ഈ കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യോക്ക് മസിൽ ഓഫ് സുപ്പീരിയർ റെക്ടസ് ഈസ്. DHS എക്സാം 2019 ചോദിച്ചതാണ്. ഓപ്ഷൻസ് എ ഇൻഫീരിയർ റെക്ടസ്, ബി ഇൻഫീരിയർ ഒബ്ലിക്ക്, സി സുപ്പീരിയർ ഒബ്ലിക്ക്, ഡി നൺ ഓഫ് ദീസ്. സുപ്പീരിയർ റെക്ടസിൻ്റെ യോക്ക് മസിൽ പെയർ ഏതാണ്? ഇവിടെ തന്നതിൽ ഇൻഫീരിയർ ഒബ്ലിക്ക് ആണത്. ഓപ്ഷൻ ബി ഇൻഫീരിയർ ഒബ്ലിക്ക് ആണ് ആൻസർ. അപ്പോൾ ഇന്ന് നമ്മൾ ഫിസിയോളജി ഓഫ് ഒക്കുലാർ മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്ന ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഈ ഭാഗത്തു നിന്നും ചോദിക്കാവുന്ന പരമാവധി ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങൾ ഈ ഭാഗത്തിൻ്റെ ടെക്സ്റ്റ് കൂടെ ഒന്ന് വായിക്കുക, എന്നാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റി കിട്ടും. അപ്പോൾ ഇനി അടുത്ത സിലബസിലെ ടോപ്പിക്ക് ഫിസിയോളജി ഓഫ് ബൈനോക്കുലാർ സിംഗിൾ വിഷൻ ആണ്. അപ്പോൾ നമുക്ക് അതിലെ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.